ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഇന്ത്യയിൽ ക്രൈസ്തവരിൽ വലിയ പ്രതിഷേധമുളവാക്കി. പിന്നീട് ജാമ്യം ലഭിച്ചുവെങ്കിലും കേസിൻ്റെ ഗതി എന്തെന്ന ആശങ്ക ബാക്കിയാണ് ഈ നിമിഷം വരെ. സഹായിക്കേണ്ട കരങ്ങൾ പലതും ഇന്നും തുറക്കുന്നില്ല. ഭരണാധികാരികൾ കണ്ണടച്ചിരിക്കുന്നു. നിയമവിരുദ്ധമെന്ന നിലയിൽ അവർ ഈ കാര്യങ്ങളെയൊക്കെ കാണുന്നു. നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം, അവനവൻ്റെ മതത്തിൽ വിശ്വസിക്കാനുള്ള, മതം തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ നമുക്ക് ക്രിസ്ത്യാനികൾക്ക് നിഷേധിക്കപ്പെടുന്ന അവസ്ഥ. ഇന്ന് നടക്കുന്ന ആക്രമണങ്ങളിൽ മതപരിവർത്തനം എന്ന വിഷയം പറയുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ മനപരിവർത്തനമല്ലേ ഇതിൽ നടക്കുന്നത്. മതത്തിൽ ചേരുക എന്നതിലുപരി ക്രിസ്തുവിൽ വിശ്വസിച്ച് കടന്നു വരുന്നവരാണ്. ചില സാക്ഷ്യങ്ങൾ നമ്മൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് കന്യാസ്ത്രീകളുടെ കൂടെ വന്ന ആ പെൺകുട്ടികൾ പറയുന്ന സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. ഒരു അസുഖത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. ആ വിടുവിക്കപ്പെട്ടവർ അവരുടെ സാക്ഷ്യം പറഞ്ഞു, അവരതിൽ വിശ്വസിച്ചു. അങ്ങനെ അവർ ക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറായി. ആ രീതിയിൽ കാണുന്നതിന് പകരം നിങ്ങൾ ഈ മതം ഉപേക്ഷിച്ച് മറ്റു മതത്തിൽ ചേരുന്നു എന്നതിനെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ മനപരിവർത്തനമാണ് അവിടെ നടക്കുന്നത്. ഒരാൾ ക്രിസ്ത്യാനിയായി മാറിയാൽ ചില പാർട്ടികൾക്ക് നഷ്ടമുണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം എന്നും കൊട്ടാവുന്ന ഒരു ചെണ്ടയായി അവരെ കിട്ടില്ല. അവർക്ക് ബോധം വെക്കും, ആരോഗ്യപരമായി അവർ കരുത്തന്മാരാകും, മാനസികമായി അവർ കുറച്ചുകൂടെ സന്തോഷചിത്തരായി മാറും. അവരുടെ അറിവില്ലായ്മയും ഒക്കെ മാറ്റി വിദ്യാഭ്യാസമുള്ളവരായി നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ ആരംഭകാലം മുതലേ ക്രൈസ്തവ മിഷണറിമാർ ശ്രമിച്ചിട്ടുണ്ട്. നാം ഓരോരുത്തരും അതിൻ്റെ ഗുണഭോക്താക്കളുമാണ്. ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ച് നമുക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? സംഘടിതമായ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് ക്രൈസ്തവ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാമെന്ന് തെറ്റിദ്ധാരണ സമൂഹത്തിൽ ചിലർ കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മുടെ വയനാട്ടിൽ പോലും ഒറ്റപ്പെട്ട ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നാം കണ്ടതാണ്. റോഡിൽ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരുന്ന പാസ്റ്റർമാരടങ്ങിയ ഒരു സംഘത്തെ ചോദ്യം ചെയ്യാൻ പോലും ചിലർ തയ്യാറായി മുന്നോട്ട് വരുന്നു. എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും തടയിടാനുള്ള ഒരു ശ്രമമാണ് ഈ കാണുന്നത്. ക്രിസ്ത്യാനികൾ ഇതിനെതിരായ രീതിയിൽ എന്താണ് പിഴച്ചത്? അവർ ഈ സമൂഹത്തിന് ഒരു ഉപ്പായിരുന്നു. ആ ഉപ്പിനെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ നഷ്ടം ഈ സമൂഹത്തിന് തന്നെയാണ്. ഇന്നത്തെ നിലയിൽ ജനത്തെ നിർത്തേണ്ടത് ചില രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യമാണ്. കാലാകാലങ്ങളിൽ ഓരോ പാർട്ടിയും അവരുടെ താല്പര്യങ്ങൾക്കായി ഈ നിയമത്തെ ഉപയോഗിക്കുന്നു.